ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. യൂട്യൂബ് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് എന്ന് പറയാം. പക്ഷേ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് തെറ്റായ രീതിയിലാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ ചാനലിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയവരെയും അതുപോലെ ആകാത്തവരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. നല്ല അപ്ഡേറ്റ് തന്നെയാണ്. അപ്പൊ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ മോണിറ്റൈസേഷൻ ആയിട്ട് നമ്മൾ എന്തെങ്കിലും റൂൾ വയലേഷൻ വന്നു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ യൂട്യൂബ് നമ്മുടെ മോണിറ്റൈസേഷൻ അങ്ങ് കട്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് ഇപ്പൊ റീയൂസ്ഡ് ആണ് കാരണമെങ്കിൽ നമ്മളോട് അപ്പീൽ കൊടുക്കാൻ പറയും. അപ്പൊ നമ്മൾ അപ്പീൽ കൊടുത്തിട്ട് അവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്, നമ്മളെ ഭാഗമാണ് ശരിയെങ്കിൽ യൂട്യൂബ് മോണിറ്റൈസേഷൻ തിരിച്ചു തരാറുണ്ട്. അതല്ലെങ്കിൽ അവര് അത് കട്ട് ചെയ്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. 90 ദിവസത്തിനുള്ളിൽ 90 ദിവസം കഴിഞ്ഞാൽ നമുക്ക് റീഅപ്ലൈ ചെയ്യാൻ കഴിയും. ഇതാണ് നോർമൽ രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. എന്നാൽ ഇനി മുതൽ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കൊണ്ട് യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ കട്ടാക്കുകയാണ് എങ്കിൽ അതിന് 7 ദിവസം മുന്നേ യൂട്യൂബ് നമ്മളെ അറിയിക്കുന്നതാണ്. മെയിൽ ത്രൂ അതുപോലെ നോട്ടിഫിക്കേഷൻ ഒക്കെ ആയിട്ട് യൂട്യൂബ് നമ്മളെ അറിയിക്കും, ഒരു വാർണിംഗ് മെസ്സേജ് പോലെ. അപ്പൊ നമ്മളത് അറിഞ്ഞു കഴിഞ്ഞാൽ 7 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ കട്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് അവിടെ ഒരു അപ്പീൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അപ്പൊ നമ്മൾ അപ്പീൽ കൊടുക്കണം. അപ്പീൽ കൊടുത്തിട്ട് അത് സക്സസ് ആയി കഴിഞ്ഞാൽ 7 ദിവസം കഴിഞ്ഞാൽ യൂട്യൂബ് മോണിറ്റൈസേഷൻ കട്ടാക്കുന്നതല്ല. അപ്പൊ നമ്മുടെ ചാനലിനെ ഒരു തരത്തിലും അത് ബാധിച്ചിട്ടില്ല. ഇതുവരെ യൂട്യൂബിന് അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് ആദ്യം മോണിറ്റൈസേഷൻ കട്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇനി കട്ടാക്കുന്നില്ല, പകരം 7 ദിവസത്തിന്റെ മുന്നേ നമ്മൾ അറിയിക്കും. അപ്പൊ നമുക്ക് അപ്പീൽ കൊടുക്കാൻ സാധിക്കും. നമ്മുടെ ഭാഗത്തല്ല മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അപ്പീൽ കൊടുക്കാം. അപ്പൊ യൂട്യൂബ് ആ ഒരു തീരുമാനം പിൻവലിക്കും, റദ്ദ് ചെയ്യും. അപ്പൊ നമുക്ക് മോണിറ്റൈസേഷൻ യാതൊരു പ്രോബ്ലം സംഭവിക്കുന്നില്ല. മാത്രമല്ല, ഇനി നമ്മൾ 7 ദിവസത്തിനുള്ളിൽ നമ്മൾ അപ്പീൽ കൊടുക്കാൻ വിട്ടുപോയി, നമ്മൾ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ സമയം കിട്ടിയില്ല എങ്കിൽ യൂട്യൂബ് മോണിറ്റൈസേഷൻ കട്ടാകും. എന്നാൽ 21 ദിവസത്തിനുള്ളിൽ നമുക്ക് വീണ്ടും അപ്പീൽ കൊടുക്കാനുള്ള ഡേറ്റ് യൂട്യൂബ് നീട്ടിയിട്ടുണ്ട്. അതായത് വാർണിംഗ് പീരീഡ് 7 ദിവസമാണല്ലോ, അത് ആ ഒരു സമയത്ത് നമുക്ക് അപ്പീൽ കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ 21 ദിവസം വീണ്ടും യൂട്യൂബ് നീട്ടി തരുന്നുണ്ട്. യൂട്യൂബ് മോണിറ്റൈസേഷൻ കട്ട് ചെയ്യും, പക്ഷെ നമുക്ക് അപ്പീൽ കൊടുക്കാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാകും. അപ്പൊ അത് ആ സമയത്ത് നമുക്ക് അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ അത് യൂട്യൂബ് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ മോണിറ്റൈസേഷൻ തിരിച്ചു തരും. അപ്പൊ ആദ്യത്തെ കേസിൽ നമുക്ക് 7 ദിവസത്തിനുള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ഒന്നും സംഭവിക്കുന്നില്ല, നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല എങ്കിൽ. രണ്ടാമത്തെ കേസിൽ നമ്മൾ മറന്നു പോയാലും അല്ലെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ കൊടുക്കാൻ വിട്ടുപോയാലും നമുക്ക് 21 ദിവസം വരെ സമയമുണ്ട് എന്നുള്ളതും മനസ്സിലായി. ഇനി അടുത്തൊരു കേസ് എന്നുള്ളത്, നമ്മുടെ അപ്പീൽ റിജക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. അവ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ 90 ദിവസത്തെ ടൈം പീരിയഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ റീഅപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഇതാണ് യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേറ്റ്. വളരെ നല്ല അപ്ഡേറ്റ് ആണ്. പക്ഷെ ഇതിലെ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു യൂട്യൂബ് നമ്മളെ ഒരാഴ്ച മുന്നേ അറിയിക്കും മോണിറ്റൈസേഷൻ കട്ടാക്കാൻ പോകുന്നു എന്നുള്ള വിവരം. അപ്പൊ നമുക്ക് പ്രിപ്പയർ ആകാം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ചിന്തിച്ചത് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യത്തെ കാര്യം, ചില കേസുകളിൽ മാത്രമേ യൂട്യൂബ് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ അയക്കുകയുള്ളൂ, അല്ലെങ്കിൽ വാർണിംഗ് നോട്ടീസ് തരുള്ളൂ. അത് ഏതെല്ലാം കാര്യം എന്നുള്ളത് യൂട്യൂബ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല, അത് എന്ത് വയലേഷൻ ആണ് എന്നുള്ളത്. ഇപ്പൊ മേ ബി റീയൂസ്ഡിനൊക്കെ ഉണ്ടാകും. പക്ഷെ അങ്ങനെ റീയൂസ്ഡ് വന്നാൽ പോലും നമ്മൾ ഒരു വീഡിയോ പോലും ഡിലേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ചാനൽ അപ്പൊ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെ എല്ലാ വീഡിയോസും അതിൽ വേണം. അതല്ലാതെ ആ സമയത്ത് നമുക്ക് റീയൂസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ അങ്ങ് ഡിലേറ്റ് ചെയ്യാം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പൊ നമ്മൾ ഇനി യൂട്യൂബിൽ എന്ത് റൂൾ വയലേഷൻ നടത്തി കഴിഞ്ഞാലും നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടാകുന്നതിന് ഒരാഴ്ച മുന്നേ യൂട്യൂബ് നമ്മളെ അറിയിക്കും. അപ്പൊ ആ ഒരാഴ്ചത്തെ ടൈം പീരിയഡ് നമുക്ക് ആ ഒരു വയലേഷൻ ഒക്കെ നമുക്ക് അങ്ങ് ഇരുന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോയിൽ കുഴപ്പമാണെങ്കിൽ അതൊക്കെ ഇരുന്ന് ഡിലേറ്റ് ചെയ്യാം. എന്തെങ്കിലും ഉടായ്പൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് ആ ഒരാഴ്ചന്റെ ഉള്ളിൽ നമ്മൾക്ക് സോൾവ് ചെയ്ത് തരും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് ആണ് എങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലെ മോണിറ്റൈസേഷൻ കട്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് യൂട്യൂബ് അങ്ങ് എടുത്തു കളഞ്ഞു എന്നുള്ള അപ്ഡേറ്റ് മാത്രമാണ്. അതായത് ഇപ്പൊ റീയൂസർ നമ്മൾ ചെയ്തിട്ടില്ല, പക്ഷെ റീയൂസർ കാരണം യൂട്യൂബിൽ മെഷീൻ ത്രൂ ആണല്ലോ ഇത് ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബിന്റെ മെഷീൻ നമ്മൾ റീയൂസർ ചെയ്തു എന്ന് കണ്ടെത്തിയിട്ട് മോണിറ്റൈസേഷൻ കട്ടായാൽ നമുക്കൊരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനു മുന്നേ
യൂട്യൂബ് നമുക്ക് ഒരു 7 ദിവസത്തെ ടൈം പീരീഡ് തരുമ്പോൾ നമുക്ക് അപ്പീൽ കൊടുക്കാം. അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഒഴിവാകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു മെറിറ്റ് എന്നുള്ളത്, ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുള്ള ഗുണം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് പലരും തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി യൂട്യൂബിൽ ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ കട്ടാകുന്നതിന് 7 ദിവസം മുന്നേ യൂട്യൂബ് അറിയിക്കും എന്നുള്ളത്. അങ്ങനെ എല്ലാ കേസിലും യൂട്യൂബ് അറിയിക്കണം എന്നില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. അങ്ങനെ അറിയിച്ചാലും നിങ്ങൾക്ക് വീഡിയോയിലാക്കുകയാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തിട്ടൊന്നും നിങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താനും കഴിയില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? റീയൂസ്ഡ് കണ്ടന്റുകൾ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ റൂൾ വയലേഷൻ ചെയ്യാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നേരായ വഴിയിൽ, അതായത് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നവർക്ക് മോണിറ്റൈസേഷൻ കട്ടാകുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് യൂട്യൂബ് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഈ വല്ല ഉടായ്പൊക്കെ കാണിച്ചിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ ഒരാഴ്ച വാണിംഗ് പീരീഡ് തരുന്നതല്ല. അപ്പൊ ഈ രീതിയിൽ ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിച്ച് യൂട്യൂബിൽ മുന്നോട്ട് പോകരുത്. അപ്പൊ യൂട്യൂബ് ഒരാഴ്ച മുന്നേ എല്ലാ വിഷയത്തിലും എന്നെ അറിയിക്കും, അപ്പൊ ആ ഒരാഴ്ച കൊണ്ട് എനിക്ക് എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് യൂട്യൂബ് മോണിറ്റൈസേഷൻ കട്ടാകുന്നത് തടയാമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പകരം നിങ്ങളുടെ മോണിറ്റൈസേഷൻ അവരുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ യൂട്യൂബ് കട്ടാകുന്നതിന് മുന്നേ അത് പരിഹരിക്കാനുള്ള ഒരു ഓപ്ഷനാണ് യൂട്യൂബ് ഇപ്പം നൽകിയിട്ടുള്ളത്. വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പൊ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.